ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബോംബെ സ്റ്റൈൽ വടാപ്പാവാണ്. അപ്പം വടാപ്പാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പാവ് ഇവിടെ കിട്ടില്ല. അപ്പം അമ്മ വെക്കേഷന് പോയപ്പോൾ കൊണ്ടുവന്നതാണ്. എൻ്റെ നാത്തൂൻ അവിടെ ആണ്. അപ്പം അമ്മ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം കുഞ്ഞുങ്ങൾക്ക് വെക്കേഷനൊക്കെ ആയി വരുവാണ്. അപ്പം ഇന്ന് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പം നമുക്ക് വടാപ്പാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വടയ്ക്കുള്ള മസാല റെഡിയാക്കാം. അപ്പം നമ്മൾ ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ഏകദേശം ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുകിടാവേ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറുജീരകം. ഇതുകൂടെ ഒന്ന് പൊട്ടി വരട്ടെ. കടയ്ക്കുള്ള മസാലയ്ക്കുള്ള സാധനങ്ങളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി, മല്ലിയില, കറിവേപ്പില ആവശ്യത്തിന് നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പം നമ്മുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാവേ. നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ. നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നല്ലതായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കും. അപ്പോൾ വടയ്ക്കുള്ള ബാറ്റർ നമുക്ക് റെഡിയാക്കാം. അപ്പം ഫസ്റ്റ് വേണ്ടത് 2 കപ്പ് കടലമാവാണ്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്, 1 ടീസ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഈ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം എന്താ പറയുക, ബജിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ബാറ്റർ റെഡിയാക്കേണ്ടത്. വടയ്ക്കുള്ള മസാല നമുക്ക് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കത് അത്യാവശ്യം വലിയൊരു ബോളുകളാക്കി മാറ്റിയെടുക്കാം. അപ്പം നമുക്ക് ഇത് ബോളുകളാക്കിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഷേപ്പ് രീതിയിൽ ഇതുപോലെ ആണെങ്കിലും നമുക്ക് ആക്കിയെടുക്കാവേ. ഞാനിപ്പോൾ ഏതായാലും ഇങ്ങനെ വെക്കാൻ പോണേ. നമ്മൾ ബോൾസ് എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വട ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാവേ. പക്ഷെ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2-3 എണ്ണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ വടയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വടാപ്പാവിൻ്റെ കൂടെ കഴിക്കാനുള്ള പച്ചമുളക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉണ്ട്, ഇതുപോലെ ഒന്ന് കീറി വെച്ചിട്ടുണ്ട്. ഉപ്പ് വരട്ടിയിട്ടുണ്ട്. ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഇവിടെ വടാപ്പാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചട്നിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം മുളക് ചട്നി ഉണ്ടാക്കാം, തേങ്ങാ ചട്നി ഉണ്ടാക്കാം. അപ്പം എൻ്റെ മക്കൾക്ക് അത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ചട്നി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ വടാപ്പാവ് മാത്രം ജസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ മുളക് വേണ്ടവർക്ക് വേണമെങ്കിൽ മുളക് ഇതിനകത്ത് വെച്ച് കഴിക്കാം. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് വടാപ്പാവ്. അവർ ആദ്യമായിട്ട് വടാപ്പാവ് കഴിക്കുന്ന പറഞ്ഞാൽ വൃശ്ചികത്തിൽ നമ്മുടെ ഓച്ചിറ ഉത്സവത്തിന് അപ്പോഴാണ് ആദ്യമായിട്ട് കഴിക്കുന്നത്. പക്ഷേ ഈ ഒരു പാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മധുരമുള്ള ഒരു സൈസായിരുന്നു. അത്ര വലിയ ടേസ്റ്റി ഒന്നും അല്ലായിരുന്നു. അത്ര ഫ്ലേവർ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഇത് മക്കൾക്ക് ഇഷ്ടപ്പെടുമല്ലോ എന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് അവരെ ഇങ്ങോട്ടൊന്ന് വിളിച്ചാൽ നിങ്ങൾ പറഞ്ഞ വടാപ്പാവ് റെഡി ആയിട്ടുണ്ട്. കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം. പൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പ്രതിക്ക് കഴിച്ചു നോക്കിയിട്ട് പറയൂ.
ശരിക്കും ഉം. ടേസ്റ്റ് ഉണ്ടോ? അന്ന് അവിടെ വെച്ച് കഴിച്ച വടാപ്പാവാണോ നല്ലത് ഇതാണോ? ഇത് ശരിക്കും ഇഷ്ടപ്പെട്ടോ? ആ. ലോകത്ത് എങ്ങനെ ഉണ്ടോ വടാപ്പാവ്? ശരിക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അന്ന് ഓച്ചറന്ന് കഴിച്ച വടാപ്പാവാണോ നല്ല ഇതാണോ നല്ലത്? ഇത് ശരിക്കും യെസ്. ഇതിനായിരുന്നോ ടേസ്റ്റ് അതിനായിരുന്നോ? ഇതിന് അപ്പൊ ഇതുപോലെ ഇനി ഉണ്ടാക്കണോ? യെസ്. അപ്പം നമ്മുടെ വടാപ്പാവ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമന്റും ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ടാറ്റാ.